بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണവും അതോടൊപ്പം തന്നെ ഓരോ സൂറകളും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോർത്തിണക്കി വെച്ചിട്ടുള്ള ആയത്തുകൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നും ആ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം, അതിന്റെ നിയമങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകൾ, വരാനിരിക്കുന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയുക എന്നത് വളരെ പ്രാധാന്യമാണ്. രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ കേവലം ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകളും നമ്മളുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും പ്രവർത്തനങ്ങളും മാത്രം രൂപപ്പെടുത്തുകയല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ തുച്ഛമായ ജീവിതം കൊണ്ട് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള മുന്നൊരുക്കം നടത്തുവാൻ നമുക്ക് പ്രേരണ നൽകുകയാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഖുർആൻ പഠനത്തിന് പ്രായഭേദം ഇല്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വളരെ എളുപ്പമാണ് ഖുർആൻ മനസ്സിലാക്കാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ അങ്ങനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം ആവർത്തിച്ച വചനം അങ്ങനെയാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാണ് ഖുർആന്റെ ചോദ്യം. 4 പ്രാവശ്യം അല്ലാഹു അത് ആ അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, തീർച്ചയായും നാം ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുകയാണ്. ലിദ്ദിക്രി, മനസ്സിലാക്കുന്നതിന്. ഫഹൽ മിൻ മുദ്ദക്കിർ, അത് ഉറ്റാലോചിക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആരുണ്ട് എന്ന ഖുർആന്റെ ചോദ്യം. അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിന്റെ കേവല പാരായണം മാത്രമല്ല. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനപ്പുറത്ത് ആ പറയുന്ന വാചകങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കി ചിന്തിച്ച് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അത് ഉൾക്കൊണ്ട് നാളെ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കുക എന്നതാണ് ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. സൂറത്ത് ശൂറയുടെ ഒരായത്തിൽ അല്ലാഹു പറയാൻ, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. സൂറത്ത് ശൂറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത്. അല്ലാഹു പറയാൻ, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, നബിയെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ദിവ്യബോധനം അറിയിച്ചു തന്നു കൊടുത്തതുപോലെ അപ്രകാരം ഇതാ താങ്കൾക്ക് നാം ദിവ്യബോധനം അറിയിക്കുകയാണ്. റൂഹൻ മിൻ അംരിന, നമ്മുടെ അംറിൽ നിന്നുള്ള ഒരു റൂഹിനെ. ശ്രദ്ധിക്കുക, റൂഹ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു വിശേഷിപ്പിച്ച സുന്ദരമായ ഒരു വിശേഷണമാണ്. ഇത് റൂഹാണ് എന്നാണ്. നമ്മുടെ കാര്യത്തിൽ നിന്നുള്ള ഒരു റൂഹ്, ആത്മാവ്, ചൈതന്യം. ശരിക്കും ജഡാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സജീവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ റൂഹാണ് ഉപയോഗപ്പെടുത്തുക, ജീവൻ. യഥാർത്ഥത്തിൽ മനുഷ്യ ഹൃദയങ്ങൾക്കും മനുഷ്യന്റെ ശരീരങ്ങൾക്കും അവരുടെ മൃതാവസ്ഥക്ക് പകരമായി ജീവാവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഖുർആൻ. മരിച്ചുപോയ കൽബുകൾക്ക് ജീവൻ നൽകുന്നു ഖുർആൻ. മനുഷ്യ ശരീരത്തിന്റെ മരിച്ചുപോയ അവയവങ്ങൾക്ക് ജീവൻ നൽകുകയാണ് ഖുർആൻ. അത് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന രൂപത്തിലുള്ളതല്ല, മറിച്ച് അതൊരാത്മീയമായ അനുഭൂതിയാണ്. അത് നാം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥം എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല, ഈമാൻ എന്താണെന്നും നിനക്കറിയുമായിരുന്നില്ല. എന്തായിരുന്നു വേദഗ്രന്ഥം? എന്താണ് വേദഗ്രന്ഥം? അതൊന്നും നിനക്കറിയില്ലായിരുന്നു. എന്താണ് വിശ്വാസം? നിനക്കറിയില്ലായിരുന്നു. ഈ ആത്മാവാണ് അഥവാ ഈ റൂഹ്, ഇതാണ് അതെല്ലാം ബോധ്യപ്പെടുത്തി തന്നത്. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. അല്ലാഹു പറയാണെങ്കിലും നാം അതിനെ ഒരു പ്രകാശമാക്കിയിട്ടുണ്ട്. ആ പ്രകാശം നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവരെ അതിലൂടെ നാം മാർഗദർശനം നടത്തുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആൻ വലിയ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ആയത്താണിത്. ഈ റൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന
പരിശുദ്ധ ഖുർആനിനെ, ഈ ആത്മാവ്, ഈ ചൈതന്യത്തെ അള്ളാഹു പ്രവാചകന് ഇറക്കി കൊടുക്കുന്നു. ആ റൂഹ് ലഭിച്ച ആളുകൾ, ആ റൂഹിന്റെ പ്രത്യേകത മനസ്സിലാക്കിയവർക്കാണ്, അതിനെയാണ് ഖുർആൻ പ്രകാശം എന്ന് വിളിച്ചത്. നൂർ. അതെല്ലാവർക്കും കിട്ടൂല, അതെല്ലാവർക്കും കിട്ടൂല. അത് കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം, ഒരു തൗഫീഖ് ലഭിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക് വരാൻ മനസ്സ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമയം രൂപപ്പെടുത്തി ആ സമയത്ത് അവിടെ എത്തണമെന്ന മനസ്സിന്റെ താല്പര്യമുണ്ടാകുന്നത് ഈ റൂഹായി പ്രകാശിക്കുമ്പോഴാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫലക ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശഅു മിൻ ഇബാദിനാ. നമ്മൾ ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ആ 5 ആൾക്കും ഖുർആൻ പഠനത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ ഭർത്താവ് മാത്രമായിരിക്കും പോവാ, ചിലപ്പോ ഭർത്താവും മക്കളൊന്നും വരുന്നുണ്ടാവില്ല, പെണ്ണുങ്ങൾ വരുന്നുണ്ടാവും. കാരണം ആ റൂഹാകുന്ന പ്രകാശം അവരുടെ കൽബിലുള്ളത്, അവരെയാണല്ലോ തെരഞ്ഞെടുത്തത്. സന്തോഷിക്കണം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയലുണ്ട്, സന്തോഷിക്കണം. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കണം. കാരണം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭ നിമിഷമാണ്. എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര വിശദീകരണം, എത്ര പറഞ്ഞാലും മതിയാകാത്തത്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കണില്ല. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയബന്ധിതമായി ഞാൻ പെട്ടെന്ന് പറയും. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ വായിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ നമ്മൾ അറിയണം എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭാഗികമായിട്ടെങ്കിലും നമുക്ക് മനസ്സിലാകണം എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ വേദഗ്രന്ഥം, എന്താണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. പഠിച്ചോനെ, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സായി, 60 വയസ്സായി, ഇത്രയും കാലഘട്ടം അള്ളാഹുവേ നീ എനിക്ക് ജീവിക്കാൻ ഒരു അവസരം ഇവിടെ തന്നിട്ട് നിന്റെ കലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ എന്ന ദുഃഖം എന്റെ കൽബിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെന്ത് ഈമാനാണ് നമ്മുടെ കൽബിലുള്ളത്? പിന്നെന്ത് പ്രകാശമാണ് നമുക്കുള്ളത്? പിന്നെന്ത് ചൈതന്യമാണ് നമുക്കുള്ളത്? അല്പമെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചിന്തിക്കാനൊരു അവസരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്പം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകും, അല്ലേ? അല്പം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകും. ഇല്ല, ഇന്നലകളിൽ ഇതിന്റെ ആളുകളൊന്നും ഇന്നില്ല. ഇവിടെ ഉണ്ടോ? ആരുമില്ല. അവരൊക്കെ മറഞ്ഞുപോയി. അടുത്ത ദിവസം നമ്മളും തിരിച്ചു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചില ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, നമ്മളൊക്കെ പോകാൻ തീരുമാനിച്ചവരാണ്. കാരണം 40ഉം 50ഉം വയസ്സൊക്കെ എത്തിയെങ്കിൽ നമ്മളിപ്പോ തിരിച്ചു പോകുന്ന പോക്കിലാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന മൂഡിലല്ല ഇപ്പൊ ഉള്ളത്. നിങ്ങളെങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ. വരുന്ന മൂഡിലല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമ്മള് തിരിച്ചു പോകുന്ന മൂഡിലാണ്. ആ തിരിച്ചു പോകാൻ പോകുന്ന ഒരു അവസരത്തിൽ എന്തായാലും റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലണമല്ലോ, അല്ലെ? എല്ലാം കഴിഞ്ഞാലും അവസാനം അള്ളാന്റെ അടുത്ത് ചെല്ലണമല്ലോ. അപ്പൊ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിക്കോളൂ, അള്ളാഹു അവന്റെ കലാമിനെ നമുക്ക് അയച്ചു തന്നിട്ട് ഞാൻ ആ കലാമിനോട് എന്ത് പ്രതികരണമാണ് നടത്തിയതെന്ന് അള്ളാഹു എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്തായിരിക്കും മറുപടി പറയാം? ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്റെ മുന്നിലിരിക്കുന്ന ധാരാളം ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരുപക്ഷെ ഇതുവരെ പരിശുദ്ധ ഖുർആന്റെ ക്ലാസ്സുകൾ നിരന്തരമായി പങ്കെടുക്കാത്ത ആളുകളും ഉണ്ടാകാം. ആഴ്ചയിൽ ഒരു ദിവസത്തിലെ ഒരു 1.5 മണിക്കൂർ നേരം അള്ളാന്റെ കലാമ് പഠിക്കാനായി ജീവിതത്തിലെ 24 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂർ മാറ്റിവെക്കാൻ താല്പര്യപ്പെടുന്ന ഹൃദയവിശാലതയുള്ള മനുഷ്യന്മാർ എത്ര ഉണ്ടെന്ന് പരിശോധിച്ചാൽ മതി. എനിക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇന്ന് ഈ ആത്മാവ് വേർപിരിയുന്നതോടെ അടുത്തൊരു റൂഹിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കും. ആ റൂഹ് അള്ളാന്റെ ഖുർആനാണ്. ആ
ആ റൂഹ് അല്ലാഹുവിന്റെ ഖുർആനാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. ഈ റൂഹ് നിന്റെ മുന്നിൽ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന റബ്ബിന്റെ ചോദ്യത്തിനുള്ള എന്ത് മറുപടി കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് ഒന്നാമത് പറയാനുള്ള വിഷയം അതാണ്. പരിശുദ്ധ ഖുർആൻ അത് ശരിക്ക് ഒരു വലിയ ഒരു ആശയം നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്ന അള്ളാഹുവിന്റെ കിതാബാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളും ഹൃദയസ്പർശിയായി ചേർത്തു വെക്കാൻ കഴിയേണ്ടവരാണ് വിശ്വാസികൾ. എന്ത് കേട്ടില്ലെങ്കിലും അള്ളാന്റെ ഖുർആൻ കേൾക്കുമ്പോഴേക്ക് ചെവിട് കൊടുക്കാൻ കഴിയണം. എന്തു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുവിന്റെ കലാമിനെ പറയാൻ നമ്മുടെ നാവിന് കഴിയണം. എന്തു വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാന്റെ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ നമുക്ക് കഴിയണം. എന്ത് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാന്റെ കലാമിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രഥമമായ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഞാൻ പറയുന്ന വിഷയം, പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ, അതിലേക്ക് മനസ്സും ശരീരത്തെയും ചേർത്തു വെക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ സാധ്യമാകൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നിരന്തരം നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ എത്ര ആളുകൾ ഈ വിഷയത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, പരലോകത്തിലേക്കുള്ള യാത്രയിൽ ഖുർആനിന്റെ പഠനത്തെ എങ്ങനെ ചേർത്തു വെച്ചു എന്ന് ആദ്യമായി ആലോചിക്കണം. കാരണം ഖുർആൻ മാത്രമാണ്, ഖുർആനിലൂടെയാണ് അള്ളാഹു എല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകന്റെ വചനങ്ങൾ ഖുർആനിന്റെ വിശദീകരണം മാത്രമാണ്. അതൊരു പുതിയ ആശയം നമ്മളോട് സംസാരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ കലാമിന്റെ വിശദീകരണം മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങൾ. ആ വചനം നബിതങ്ങളുടേതല്ല, അള്ളാഹുവിന്റെ വഹിയാണ്. അള്ളാഹുവിന്റെ വഹിയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള, ചിലപ്പോഴൊക്കെ വെള്ളിയാഴ്ചകളിൽ കേൾക്കാറുള്ള സൂറത്തുൽ ജുമുഅ, അതിൽ അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ ഖുർആൻ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. വേദഗ്രന്ഥം ആ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഹിക്മത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമായി അള്ളാഹു നൽകിയ ഇൽമിനെയാണ് ഹിക്മത്ത് എന്ന് പറയുക. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞത് ഖുർആനിന്റെ വ്യാഖ്യാനം, വിശദീകരണമാണ്, വഹിയാണെന്ത്? ഹദീസും. കാരണം നബിതങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ച വചനങ്ങളല്ല എന്ത്? ഹദീസുകൾ, അവിടുത്തെ ചര്യകൾ. അത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിനനുസരിച്ച് നബിതങ്ങൾ പറഞ്ഞതാണ്. അതേ സമയത്ത് ഖുർആൻ അള്ളാഹുവിന്റെ കലാം ജിബ്രീൽ സ്വലാത്തു വസ്സലാം കേട്ട്, ജിബ്രീൽ സ്വലാത്തു വസ്സലാം വന്ന് നബിതങ്ങൾ ഓതിക്കൊടുത്ത് ആ ഓത്ത് പിൻപറ്റിക്കൊണ്ട് നബിതങ്ങൾ പറഞ്ഞതാണെന്ത്? ഖുർആൻ. അത് അള്ളാന്റെ കലാമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലായി നമ്മുടെ മുന്നിൽ വരുന്നതാണ്. ഞാൻ ഒരു വിഷയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ കിതാബിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ വിഷയം അഥവാ തദബ്ബുറിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയേണ്ടത്, പരലോകത്തൊരു മനുഷ്യന് രക്ഷപ്പെടണോ എങ്കിൽ അയാളുടെ ഹൃദയം സലീമാവണം. ഹൃദയം സലീമാവണം എന്നതൊരു വലിയ വിഷയമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം. ഒന്നും ഉപകാരപ്പെടില്ല.
സമ്പത്ത് ഉപകാരപ്പെടില്ല, സന്താനങ്ങൾ ഉപകാരപ്പെടില്ല. പിന്നെ ഉപകാരപ്പെടുന്നത് എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടെ അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരാൾ ഒഴികെ. സലീമായ ഹൃദയം, സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത് എന്നർത്ഥം. എങ്ങനെ രക്ഷപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നതിൽ അപാകത വന്ന കൽബിനെയാണ് ഖൽബുൻ മരീദ് എന്ന് പറയാം. രോഗാതുരമായ കൽബ്. അതില്ലാത്ത കൽബിനെയാണ് സലീമായ കൽബ് എന്ന് പറയാം. മനുഷ്യന്റെ ഹൃദയങ്ങളെ നശിപ്പിച്ച ഒന്നാമത്തെ രോഗം അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അപ്പൊ ശിർക്കടക്കമുള്ള എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെട്ട കൽബ്. അപ്പോ വളരെ ഗൗരവത്തിൽ അറിയേണ്ട വിഷയം, അല്ലാഹു ആരാണ് എന്നറിയണോ എങ്കിൽ ഖുർആൻ പഠിച്ചിരിക്കണം നിർബന്ധമായും. ഒരാൾക്ക് അല്ലാഹുവിനെ അറിയണമെങ്കിൽ, കാരണം പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ അറിയാത്തവനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഖുർആൻ പഠനത്തിലൂടെ ഒന്നാമതായി നേടിയെടുക്കുന്ന ഒരു വിവരം അല്ലാഹു ആരാണ് എന്നാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ ഒരു പക്ഷേ, ഞാൻ മുമ്പ് അതുപോലെ ചോദിക്കലുണ്ട്, ഇപ്പൊ അങ്ങനെ ചോദിക്കലില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്കറിയാം? ഒരു പക്ഷേ എന്റെ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ പറഞ്ഞത് വെച്ച് പലരുടെ ഓർമ്മയിൽ ഉണ്ടാകും, ചിലർ മറന്നുപോയിട്ടുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ ആളുകളോട് പരിശോധിച്ചു നോക്കൂ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയുടെ അർത്ഥം എന്താണ്? ഇസ്മുൽ ജലാല അല്ലാഹ്. ഇസ്മുൽ ജലാലയാണ് എന്ത്? അല്ലാഹ് എന്നത്. ആ ഇസ്മുൽ ജലാലയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം ആളുകൾക്കും അറിവുണ്ടാവില്ല. എന്താ അല്ലാഹു എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഏകനായവൻ, സൃഷ്ടാവായവൻ, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എങ്ങനൊക്കെ അർത്ഥം പറയുന്ന ആളുകളാണ് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും. യഥാർത്ഥത്തിൽ അതൊന്നും അല്ലല്ലോ അതിന്റെ അർത്ഥം. ആണോ? ആണോ? അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ശരിക്ക് ഇബാദത്തിന്റെ ഏറ്റവും മജ്ജയായ ഇബാദത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണത്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. ആരാധനക്ക് അർഹനായവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്മുൽ ജലാലയുടെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് എന്നതിന്റെ അർത്ഥം പോലും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് ബോധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. അത് ഖുർആനിലൂടെയാണ് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുക. പരിശുദ്ധ ഖുർആനിലെ ധാരാളം അധ്യായങ്ങളിൽ, പല രൂപങ്ങളിൽ, പല വിധത്തിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട് അല്ലാഹുവിനെ കുറിച്ച്. ഏറ്റവും ലളിതമായി നമുക്കറിയുന്നതാണ് സൂറ അൽ ഇഖ്ലാസ്, അല്ലേ? സൂറ അൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലളിതമായി എന്നാൽ വളരെ വിശാലമായ ചർച്ചയാണ് ഈ ഒരു അധ്യായം. നമുക്ക് കാണാം, വളരെ ചെറിയൊരു അധ്യായമാണ് ഇത്. സൂറത്തുൽ ഇഖ്ലാസ് 112ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വളരെ ലളിതമായ ചെറിയൊരു അധ്യായം, എല്ലാവർക്കും കാണാതറിയുന്ന അധ്യായമാണ്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ അതിന്റെ അർത്ഥതലത്തിലൂടെയോ ആശയതലത്തിലൂടെയോ സഞ്ചരിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ഖുർആൻ പഠനം ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ, അല്ലേ? പിന്നെ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ഇങ്ങനെയാണ് പഠനം കൊണ്ടുപോകുന്നത്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിങ്ങനെ ഈ അർത്ഥ രൂപത്തിൽ പറഞ്ഞു പോകുക എന്നതല്ലാതെ ഓരോ പദങ്ങളുടെയും അല്ലാഹു ആ പദം വെച്ചതിനൊരു ലക്ഷ്യം ഉണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്ക് അതിന്റെ യഥാർത്ഥ വിഷയം നമ്മുടെ കൽബിലേക്ക് കയറുള്ളൂ.
ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സാധാരണ പറയാറില്ലേ, ഈ വിഷയം അള്ളാഹു അവന്റെ 2 വിശേഷണങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു. സമീഉൻ അലീം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈ 2 വിശേഷണങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ടാകും. അൽ ബസീർ, അൽ ഖബീർ എന്ന് പറഞ്ഞു വെക്കുമ്പോ കഴിഞ്ഞുപോയ വിഷയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും ഈ ഒരൊറ്റ വാചകത്തിൽ അല്ലെങ്കിൽ അള്ളാന്റെ ഒരു വിശേഷണത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു എന്തിയിട്ടുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ വാചകം മാത്രം പഠിച്ചാൽ, ആ വാചകത്തിന്റെ വിവിധങ്ങളായ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി കാണാതെ അറിയാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? കൈപൊക്കണ്ടോ? അതൊരു നാണക്കേടാണ്. ആയത്തുൽ കുർസി കാണാതെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ നമ്മളത് എത്രത്തോളം മനസ്സിരുത്തി വായിക്കുന്നു എന്നത് വേറെ വിഷയമാണ്. കിടക്കാൻ നേരത്തെ നമ്മൾ പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഖയ്യൂം ലാ തഖുസുനതുഹു വലാ നൗമുൻ ലഹു സമാവാതു മാ ഫിൽ അർദി വല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇذنിഹി യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും വലാ യഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ മാ ശാഅ വസി'a കുർസിയ്യുഹു സമാവാതി വൽ അർദി വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലേ? അങ്ങനല്ലേ നമ്മൾ സാധാരണ കാരണം അതിനുള്ള നേരെ നമുക്കുള്ളൂ, അതിനുള്ളൊരു നേരവേ എന്തുള്ളൂ നമുക്കുള്ളൂ. പക്ഷെ എന്താണ് ആ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അള്ളാഹു ആരാണ് എന്ന് ഒരു മനുഷ്യന്റെ കൽബിൽ സംശയലേശമന്യേ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു തരുന്ന വിശാലമായ ഒരായത്താണ് ഇത്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 255-ാമത്തെ വചനം. 255-ാമത്തെ വചനം സൂറ അൽ ബഖറയിലെ 255-ാമത്തെ വചനം ആയത്തുൽ കുർസിയാണ്. ഞാൻ അത് വിശദീകരിക്കണം. പക്ഷെ അത് വിശദീകരിക്കാൻ എനിക്ക് കുറെ സംഗതികളൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വളരെ സമാധാനത്തോടെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നാണ് അതിന്റെ പേര് അല്ലേ? ആയത്തുൽ കുർസി മനുഷ്യന് എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു തരത്തിലുള്ള വിജ്ഞാനീയങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ് എന്ത്? കുർസി. ഒരിക്കലും മനുഷ്യന്റെ ചിന്ത അങ്ങോട്ട് എത്തുന്നില്ല. അടുത്തത് അർശാണ്. കുർസിയെ ബോധ്യാവണില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അർശാകുക? മനസ്സിലായില്ലേ? അപ്പൊ ചില മനുഷ്യന്മാരൊക്കെ പറയും, ഏയ് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, എന്തിനാ അപ്പൊ അതൊക്കെ വിശ്വസിക്കണത്? ഓക്കെ, എന്നാ നിങ്ങൾ പറഞ്ഞു തരും, എന്താണ് ഈ ബ്ലാക്ക് ഹോൾ? ഒന്ന് വിശദീകരിച്ചു തരും. എന്താണ് ഈ മനുഷ്യൻ ഇന്ന് കാണുന്ന ഈ ഒബ്സർവ് യൂണിവേഴ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ ഈ പ്രപഞ്ചവും എന്നാൽ മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും ഒന്ന് വിശദീകരിച്ചു തരൂ. നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഏത് ശാസ്ത്രജ്ഞനോടും പറയാൻ കഴിയില്ല. എന്താണ് പറയാൻ കഴിയില്ല. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കണില്ല. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അള്ളാഹു അവന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാചകത്തിന്റെ ഗൗരവം നമ്മൾ അറിയേണ്ടത്. ഓരോ ഭാഗങ്ങളും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ആ വാചകങ്ങൾ ഓരോന്നും പ്രത്യേകം എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹുവിനെ കൃത്യമായി വിശദീകരിച്ചു തരുന്ന ഒരായത്ത്. ഇതിന്റെ ആശയം ഒരാൾ മനസ്സിലാക്കിയാൽ ഞാൻ ആദ്യം പറഞ്ഞ ഓത്തവൻ ഓതൂല. ഞാൻ ആദ്യം പറഞ്ഞ ഓതൂല. അവന്റെ കൽബിൽ നിന്നായിരിക്കും ആ വാക്ക് വരിക. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ സ്പീഡിലാണോ പറയാ, സാവധാനം പറയാ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ പാടുന്നത് ആർക്ക്
മനസ്സിലാകാത്ത രൂപത്തിൽ സ്പീഡിൽ പാടുമോ, അതല്ല വളരെ ആസ്വദിച്ച് മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിലാണ് പാടുക? പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ഏറ്റവും ഇഷ്ടം ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാണ്. രണ്ടാമത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുന്നത് പറയും അള്ളാഹുവിന്റെ കലാമാണ്, അല്ലെ? എങ്കിൽ അത്രയും ഇഷ്ടമുള്ള ഒരാളുടെ വചനം നമ്മൾ വായിക്കുന്നതും പറയുന്നതും എങ്ങനെയാണ്? നമുക്ക് പറ്റിപ്പോയത് എന്താ നമുക്ക് സംഭവിച്ചത്? ആരാ നമ്മളെ ഈ വിഷയത്തിൽ ഇത്രയധികം അധപ്പതനത്തിൽ എത്തിച്ചതാരാ? എന്താ നമ്മള് ആ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വന്നത്? അപ്പൊ ശരിക്കും അള്ളാനെ അറിയാൻ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരവും കൃത്യമായി അതിന്റെ മുന്നിൽ വിനയാന്വിതമാവുകയാണ്. അതിന്റെ അർത്ഥം നമ്മൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കിയിട്ടില്ലയോ അത്രത്തോളം നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയും. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളോട് എന്റെ ചോദ്യം, അല്ലാത്തവരോട് പിന്നെ ചോദിച്ചിട്ടില്ലല്ലോ. പങ്കെടുക്കുന്ന ആളുകളോട് ചോദിക്കാൻ, ഒരാഴ്ച ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ, എന്ന് ഏതെങ്കിലും വിഷയത്തിൽ വന്നു പങ്കെടുക്കാൻ കഴിയില്ല നോക്കുക. അങ്ങനെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വരുമ്പോ തന്റെ കൂടെ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഈ ആഴ്ച ഞാൻ ഉണ്ടാവൂല, അപ്പോഴേ ആ ക്ലാസ് ഒന്ന് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതിക്കോളി, ഞാൻ വന്നിട്ട് നോക്കി പകർത്തിക്കോളാം എന്ന് പറയാൻ മനസ്സുള്ള എത്ര ആളുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഞാൻ പറയണത് നമ്മുടെ കൽബ് എത്രത്തോളം ഇതുമായി തലബുസാണ് എന്നറിയാൻ വേണ്ടി പറയണം. നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം, നമ്മുടെ കൽബ് ഇതിനോട് എത്രത്തോളം അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്നയാളാണ്. ഏതെങ്കിലും സമയത്ത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ തന്റെ അടുത്ത ആളുകളോട് പറയും, ഇന്ന് നബിതങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഞാൻ ഉണ്ടാവില്ല, പക്ഷെ അള്ളാന്റെ റസൂൽ എന്താ പറയണമെന്ന് ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, എനിക്കതൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്റെ എന്തുകൊണ്ടാണത്? എന്താണത്? എന്തുകൊണ്ടാണത്? അതിനോട് അത്രയും താല്പര്യമുള്ളത് കൊണ്ടാണ്. അത്രയും താല്പര്യമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ പിന്നെ ഇവിടെ നമ്മള് IMB-യിൽ വെച്ച് നടക്കുന്ന, കോട്ടക്കൽ IMB-യിൽ വെച്ച് നടക്കുന്ന ഖുർആൻ ക്ലാസ് ഉണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 8:30 വരെ. ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ, പ്രായമുള്ള ഒരാളാണ്. അയാൾ ക്യാൻസർ ബാധിതനായി. അയാൾ പിന്നെ ആ ക്യാൻസറിന്റെ വലിയ പ്രയാസം ചെയ്യുന്ന ചികിത്സ ഉണ്ടല്ലോ, അത്രയും പ്രയാസം സഹിച്ചിട്ടും അയാൾ മരിക്കുന്നതിന് തൊട്ടും, അയാൾ വീണ് പോകുന്നതിന് തൊട്ടു മുമ്പ് വരെയും IMB-യുടെ ക്ലാസ് നടക്കുന്നത് 2 നില കയറി വരണം. അത്രയും ചവിട്ടുപടികൾ. തന്റെ കുടുംബത്തിൽ ഒരാൾ പോലും അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ, എന്നുവെച്ചാൽ വീട്ടുകാരൊക്കെ ഏകദേശം ഈ സലഫിയത്തിനോട് താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ അയാൾ ആ അവസാന സമയത്തും കൂടെ തന്റെ ചെറുമകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാളുടെ കൈ പിടിച്ച് കയറി വന്ന് ഒരു തൂണിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ കേട്ടിരിക്കും. എഴുതാനോ ഓതാനോ ഒന്നും കഴിയില്ല. അതിങ്ങനെ കേട്ട് കുറെ നേരം ഇരിക്കും. കേട്ടെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ആ മനുഷ്യൻ ഒരിക്കൽ പോലും എന്നോട് എനിക്ക് ഇങ്ങനത്തെ ഒരു മാരക രോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയും പ്രയാസത്തിലാണെന്ന് ഒരൊറ്റ വാക്കും അയാൾ മരിക്കണവരെ എന്നോട് പറഞ്ഞിട്ടില്ല.
പറഞ്ഞത് അത്രയും സാധാരണ എല്ലാവരും പറയുന്ന പോലെ ദ്വാരക്കണമെന്ന് പറയാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മരണമാണ്. കാരണം അത്രയധികം ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ റൂഹ് കൊണ്ടുപോകപ്പെടുന്ന ഒരു മനുഷ്യൻ. കാരണം അയാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പും അള്ളാന്റെ ഖുർആനിനെ അടുത്തറിയാൻ അയാൾ കാണിച്ച ഹൃദയത്തിന്റെ ബന്ധമുണ്ടല്ലോ. അതൊരു പക്ഷേ പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ അല്ല എന്റെ അടിമകളാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആളുകളെ അവൻ തെരഞ്ഞെടുത്തു വെച്ചതാവാം, അതുറപ്പാണ്. അങ്ങനെ ചേർത്ത് വെക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ, അള്ളാന്റെ ഖുർആനിനോട്, അല്ല പറഞ്ഞതിനോട് നമ്മുടെ ഖൽബ് എത്രത്തോളം ബന്ധപ്പെടുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതല്ലല്ലോ ജീവിതം. ആണോ? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മുന്നിൽ പറയാറുണ്ടായിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ തഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം എന്നത് പരലോക ജീവിതമാണ്. ഈ ജീവിതം ഒന്നുമല്ല, ഇന്ന് തീർന്നാൽ തീർന്നു. ഏറ്റവും വലിയ ജീവിതം പരലോകമാണ്. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, റബ്ബിന്റെ വിശേഷണങ്ങൾ അറിയാൻ, ഓരോ വിശേഷണത്തിന്റെയും ഗൗരവം എന്താണെന്നറിയാൻ അതിന് അള്ളാഹിന്റെ കിതാബിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അത് പഠിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഫിഅലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് കഴിയാത്തത്. ഒരു തുണ്ടം കയറിലേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ നടന്നു പോകുന്ന മനുഷ്യന്റെ നിരാശ, ആ നിരാശയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചത് അള്ളാഹുവിനെ കുറിച്ച് അവന് മനസ്സിലായിട്ടില്ല എന്നതാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും അവസരങ്ങളിൽ അവനുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും വലിയ ആഘാതം അവനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഇത് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ കിട്ടേണ്ട അറിവാണ്. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംഗതിയാണ്, അതൊരു പക്ഷേ ഈ സദസ്സിൽ അനുഭവിച്ചറിഞ്ഞവരുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും സ്വമേധയാ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ വിഷയം നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അള്ളാന്റെ ഖുർആനിലൂടെയാണ് പരലോകത്ത് രക്ഷപ്പെടാൻ ഒരു മനുഷ്യന് കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവന്റെ ദിക്റിലേക്ക് മറ്റെന്തിനേക്കാൾ ഉപരിയായി അവന്റെ നാവിനെയും ശരീരത്തെയും ചേർത്തു വെക്കാൻ കഴിയുക എന്നത്. അത് അള്ളാഹുവിന്റെ കലാമിലൂടെ മനസ്സിലാക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട്, വളരെ സുന്ദരമായൊരു വാക്ക്, പക്ഷേ അത്ഭുതകരമാണ്. ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറ അസ്-സുമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. الله من القرآن. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനം ഇറക്കിയിരിക്കുന്നു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അഹ്സനൽ ഹദീസ്
ഏറ്റവും ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും ഭംഗിയുള്ള വാക്ക്. ഹസൻ എന്ന് പറഞ്ഞ എന്താ? ഭംഗി എന്നല്ല നമ്മൾ പറയാം, ചമൽക്കാരം എന്നൊക്കെ പറയാം. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത്. അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ വായിച്ചപ്പോഴെപ്പോഴെങ്കിലും ഒരു അഹ്സനുൽ ഹദീസായി അത് ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്ക്? അഹ്സനുൽ ഹദീസ്, നല്ല വർത്തമാനം, വർത്തമാനത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്നെപ്പോഴെങ്കിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അള്ളാഹു പറയാൻ, അള്ളാഹു ഇറക്കിയതാണിത്. എന്നാൽ ഈ പരിശുദ്ധ വേദഗ്രന്ഥം അതിന്റെ പ്രത്യേകത മുത്തശാബിഹൻ മഥാനി, മുത്തശാബിഹൻ മഥാനി, പരസ്പര സദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ഞാൻ അത് വിശദീകരിച്ചു പോകുന്നില്ല. കാരണം ഖുർആനിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. സൂറത്തുർ റഹ്മാൻ ഓതുമ്പോ സന്തോഷവും ഒരു ആശ്ചര്യവും തോന്നാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മനസ്സിലായില്ല? സൂറത്തുർ റഹ്മാൻ വായിച്ചു നോക്കുമ്പോ അതിന്റെ ഭംഗിയിൽ ആകൃഷ്ടരാവാത്ത, അതിന്റെ വാചകങ്ങളിലെ ഭംഗി ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആ വാചകങ്ങളുടെ പ്രത്യേകതയിൽ ആശ്ചര്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടാവോ? ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം മിക്കവാറും ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള അധ്യായമാണിത്. പറയാൻ സുഹൃത്തുക്കളെ, എന്താ നിങ്ങൾക്ക് അത്ര ഇഷ്ടം വരാൻ കാര്യം? അതിലൊരു ആയത്ത് വല്ലാതെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? മോഹിപ്പിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ആശയം, അർത്ഥവും ആശയവും അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അതിന് വായിക്കാൻ തന്നെ ഒരു പ്രത്യേകത, ഒരു അനുഭൂതി നമുക്ക് തോന്നല്ലേ? സാധാരണ ആവർത്തിച്ചു വന്ന നമുക്ക് ബോറടിക്കും അല്ലേ? ഒരു പുസ്തകങ്ങൾ വായിക്കണം, അതിനകത്ത് ഒരു വാക്ക് തന്നെ പല പ്രാവശ്യം വന്നാൽ നമുക്ക് എന്താ ഉണ്ടാകുക? വെറുപ്പുണ്ടാവൂലേ? പക്ഷെ ഖുർആന്റെ ഒരു പ്രത്യേകം നോക്കുങ്ങള്, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതിങ്ങനെ കേൾക്കുമ്പോ തന്നെ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വല്ലാത്തൊരു എന്താണെന്നറിയില്ല അല്ലേ? എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ആളുകൾ അറിഞ്ഞിട്ടല്ല. പഴയ കാലത്ത് ഉമ്മമാരെന്ത് ചെയ്യും? അവർ ഇമോഷനിലാണ് ആ ആയത്ത് പറയുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഉമ്മമാർ ഓതുന്നിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉമ്മമാര്, പഴയ ഉമ്മമാരൊക്കെ ഓതുമ്പോ അതിനൊരു ഫീൽ ഉണ്ടായിരുന്നു. അതിന് ഖൽബിലേക്ക് ചേർത്ത് വെച്ചൊരു വാക്കായിരുന്നു അത്. എങ്ങനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ അത് അള്ളാഹുവിന്റെ കലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഖൽബിയായി തീരുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഈ ആവർത്തിത വചനങ്ങളുള്ള പരസ്പര സദൃശ്യമുള്ള ഈ ഖുർആൻ, അതിലൂടെ മനുഷ്യന് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്താണ്? അതെന്താണ് അള്ളാഹ് പറയാണ്? تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവരുടെ ഖൽബുകൾ, അവരുടെ തൊലികൾ ആ വിഷയത്തിൽ വിറകൊള്ളുന്നതായി തീരുന്നതാണ്. അല്ലാഹുവിനെ പേടിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തോലുകൾ അത് വിറകൊള്ളുന്നതാണ്, രോമാഞ്ചമണിയുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്.
അവന്റെ ശരീരത്തിന്റെ തോല് വിറക്കും, അവന്റെ ഖൽബദാ മയപ്പെടുകയാണ്. രണ്ടും മയപ്പെടുന്നു അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. ഇത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അത് പഠിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മൾ പ്രതികരിച്ചു പോകും. നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നനഞ്ഞു പോകും. നമ്മൾ അറിയാതെ നമ്മുടെ ഖൽബ് വിറക്കും. നമ്മുടെ ശരീരത്തിനും അതിന്റെ എഫക്റ്റ് ഉണ്ടാകും. അത് അള്ളാന്റെ ഖുർആന്റെ പ്രത്യേകതയാണ്. ഞാൻ വിശദീകരിക്കണില്ല, കാരണം കുറെ വിഷയങ്ങൾ പറഞ്ഞു പോകാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നാളെ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് ഖശിയത്ത്, മറ്റൊന്ന് ദിക്റുല്ലാഹ്. ഒന്ന് ഖശിയത്തും മറ്റൊന്ന് ദിക്റുല്ലയും. ഇത് രണ്ടും നേടിയെടുക്കാൻ കഴിയണോ, പരിശുദ്ധ ഖുർആൻ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കണം. ഖുർആനിന്റെ ആശയതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു വലിയ പ്രത്യേകതയാണത് എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞത് കാണാം. ഇത് അള്ളാന്റെ ഖുർആനിന്റെ ഒരു പ്രത്യേക പ്രശംസ അറിയിക്കുന്ന ആയത്ത് കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. കുറെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചു പോകാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ പറയാം. പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്താണ് എന്താണ് പറയുന്നത്? എന്താണ്? സ്വർഗാണ്. നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത എന്താണ്? നരകവുമാണ്, അല്ലെ? സ്വർഗം അങ്ങേയറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു. അത് കിട്ടണമെന്ന് നമ്മുടെ മനസ്സ് വലിയതേ ആഗ്രഹിക്കുന്നുണ്ട്. മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം കൊടുക്കണേന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നരകത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നു. നരകത്തെക്കുറിച്ച് നമുക്ക് ഭയാശങ്കയുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നമ്മൾ ദ്വാരക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് രണ്ടിനെയും കണ്ണിൽ കാണുന്നത് പോലെ നമുക്കറിയാൻ കഴിയണമെങ്കിൽ അള്ളാന്റെ ഖുർആനിലൂടെ തന്നെ അറിയണം. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കണം. ഖുർആൻ കേൾക്കുമ്പോഴാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൂടുതലായി കടന്നു വരിക. സാധാരണ നമ്മള് ഒരു വഅദ് ഇങ്ങനെ കേൾക്കുമ്പോ, ഒരാളുടെ പ്രസംഗം കേട്ടു, ആ പ്രസംഗത്തിൽ അയാൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഖുർആൻ ആയത്ത് പറയുന്നതൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ ആ പ്രസംഗത്തിന്റെ അവസ്ഥയിൽ നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യും, ഒരു ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞു, അതിന്റെ ഒച്ചയും ഒക്കെ കെട്ടടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിൽ എന്ത് ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്യും. അതേ സമയത്ത് അള്ളാന്റെ ഖുർആനിൽ നിന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതാണെങ്കിൽ ഖൽബിൽ ഒരിക്കലും പോകില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാ ദിവസവും സൂറ അൽ വാഖിഅ, സൂറ അർ റഹ്മാൻ, ഇത് പാരായണം ചെയ്യുന്ന എത്ര ആളുടെ കൂട്ടത്തിൽ? രാത്രി കൈ ഉയർത്തില്ലേ? ഞാൻ പറയാണ്, രാത്രി കിടക്കുന്നതിന് മുമ്പായി സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅയും, അല്ല സൂറത്തുൽ റഹ്മാനും സൂറത്തുൽ വാഖിഅയും, കുറെ സൂറത്തുകളുണ്ട്, ഞാൻ രണ്ടെണ്ണം പ്രത്യേകം പറയാം. ഈ രണ്ട് അധ്യായങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഇരുന്നോളി. കുറച്ചേരം ഇരിക്കുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇരുന്നാലും സുഖം ഉണ്ടാവും. ഇപ്പൊ ഒന്ന് പ്രശ്നമില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുർ റഹ്മാൻ, സൂറത്ത് അൽ വാഖിഅ. ഞാൻ സൂറ അൽ വാഖിഅ തന്നെ അങ്ങോട്ട് എടുക്കാം. സൂറത്ത് അൽ വാഖിഅ നിങ്ങൾ ഓതലില്ലേ? ഓതുന്നവരുണ്ടല്ലോ അല്ലേ? ആ സൂറത്തുൽ വാഖിഅ ഓതുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത നമുക്ക് തോന്നിയിട്ടുണ്ട്? പുരുഷന്മാരോട് ചോദിക്കാണ്, സ്ത്രീകളോട് ഞാൻ ചോദിക്കാണ്, തോന്നിയിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ സൂറത്ത് വാഖിഅയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ശരിക്കും ഒരാൾക്ക് സ്വർഗം കാണണോ, സ്വർഗത്തിന്റെ രണ്ട് കാറ്റഗറിയെ അറിയണോ,
നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് അറിയണോ? സൂറത്തുൽ വാഖിഅയുടെ ആദ്യ ഭാഗം വായിച്ചാൽ മതി. സൂറത്തുൽ വാഖിഅ ഓതിയാൽ മതി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകതയാണത്. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന എളുപ്പമുള്ള ഒരു അധ്യായത്തെ പറഞ്ഞു എന്ന് മാത്രം, വേറെ സൂറകളിൽ ഇല്ല എന്നല്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാളെ അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോൾ തുടക്കം സൂറത്ത് വാഖിഅയുടെ തുടക്കം എങ്ങനെയാ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ വകുൻതും അസ്വാജൻ സലാസ. അല്ലേ? ഖുർആന്റെ പ്രയോഗം ഉണ്ട്. ഞങ്ങൾ ആദ്യം ഖിയാമത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ പറഞ്ഞു ജനങ്ങൾ 3 വിഭാഗമായിരിക്കും. 3 വിഭാഗമായിരിക്കും. എവിടെ? ഖിയാമത്തിൽ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. ഖിയാമത്തിൽ അഥവാ പരലോകത്തെത്തിയാൽ മനുഷ്യർ 3 വിഭാഗമായിരിക്കും. ഒന്ന് അസ്ഹാബുൽ യമീൻ, മറ്റൊന്ന് അസ്ഹാബുൽ ശിമാൽ, 3 അസ്സാബിഖൂൻ, 3 ആളുകൾ. അസ്സാബിഖൂൻ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ശിമാൽ, 3 വിഭാഗം അല്ലേ? അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. പിന്നെ അല്ലാഹു പറയുകയാണ് ഫീ ജന്നാത്തിൽ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുരിൻ മൗദൂന. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങോട്ട് പറയുന്നത് മുഴുവനും സ്വർഗമാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോ സാബിഖീങ്ങളിൽ പെടണമെന്ന ആഗ്രഹം വരാത്ത ആർക്കാണ്? സാബിഖി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിലും മുന്നിലാകാൻ. നമ്മളോ ജിക്ക് എന്ന് പറയാം, ജിക്ക് എന്ന് പറയാം, ഞാൻ പിന്നിലെന്ന് പറയും. എന്നാൽ സാബിഖാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുന്നിൽ നടക്കണം, മുന്നിൽ നടക്കണം. എന്തില്? പരലോകത്തേക്കുള്ള യാത്രയിൽ മുന്നിൽ നടക്കണം. ദുനിയാവിൽ കുറച്ച് പിന്നിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അല്ലേ? അല്ലേ മുഹമ്മദ്? ഓടിയാൽ എത്ര വരെ ഓടും? ഒരു 60-70 ഓടും. പിന്നോടുവോ? പിന്നോടുവോ? പിന്നെ ഓടൽ കുറവാണ്. പക്ഷെ പരലോകത്തേക്കുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ മുന്നിൽ ഓടുന്നെങ്കിലോ ഓട്ടം നിൽക്കണില്ല. നിക്കോ? നിക്കോ? ഇല്ല. അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോ അവിടെയും സാബിഖാൻ, അവിടെയും സാബിഖാൻ. മുഖറബാണ് അയാൾ. അത് കിട്ടാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാവണം, വലിയ ആഗ്രഹം ഉണ്ടാവണം. അതാവണം, അത് കിട്ടണം. എനിക്കത് വേണമെന്ന വലിയ ആഗ്രഹം. ഞാൻ സാബിഖായിരിക്കും എല്ലാത്തിലും. ഞാൻ പിന്നിലേക്ക് ഈ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പാടാൻ പിടിച്ച മാതിരി പാവാട പിടിച്ച് ഇങ്ങോട്ടാക്കി അങ്ങനെ കളിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, മുന്നിട്ട് വരാതെ ബേജാറായിട്ടിരിക്കണം. ആ ജാതിയാണ് നമ്മള്. പരലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ വരില്ല. ദുനിയാവിന്റെ വിഷയം പറഞ്ഞാലോ പെട്ടെന്ന് ഓടും. എത്ര മണിക്കാ? പിന്നെ ഒരു എരുമേന്റെ മുക്കറടല പിന്നെ ഉണ്ടാകുക. ഇവിടെയാണ് ഈ വാചകം വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൽബിലേക്ക് സാബിഖിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ആ വിശദീകരണത്തിൽ റസൂലുള്ളാഹിന്റെ വിശദീകരണം അവസാനിക്കുകയാണ്. ആ വിശദീകരണത്തിന്റെ വാചകം മാത്രം ഞാൻ അങ്ങ് പറയാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 70 അൽഫം മിൻ ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. എന്റെ ഉമ്മത്തിലെ 70,000 ആളുകൾ അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, വിചാരണയില്ല, അവർക്കൊരു ശിക്ഷയും അനുഭവിക്കേണ്ടതില്ല.
അതിങ്ങനെ പറഞ്ഞു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. ആരാണവരെന്ന്? ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂൻ വഅലാ റബ്ബലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, അവർ ശകുനങ്ങൾ നോക്കാത്തവരാണ്, അവർ അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്നവരാണ്. ഈ ആളുകളാന്ന് പറഞ്ഞു. സാബിഖുകളെ കുറിച്ച് പറഞ്ഞതാണ്. സാബിഖുൽ ഖൈറാത്ത്, എല്ലാ നന്മയിൽ മുന്നിട്ടെടുക്കുന്നതാണ്. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അയ്യജഅലനീ മിൻഹും. നബിയേ, ആ 70,000-ൽ ഒരാൾ എന്നെയും ഉൾപ്പെടുത്താൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത മിൻഹും, നീ അവരിൽ പെട്ടവൻ തന്നെയാണ്. ആരാണ് അയാൾ? ഉക്കാശത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊരാൾക്ക് ആവേശം വന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, എന്നെയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങൾ ദുആ ചെയ്യണേ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശതു. ഉക്കാശ ആ വിഷയത്തിൽ നിന്നെ മുൻകടന്നു പോയി. ഉക്കാശ മുൻകടന്നു പോയി. അതാണ് സാബിഖിന്റെ പ്രത്യേകത. പെട്ടെന്ന് ഏറ്റവും മുൻനിരയിലെത്താൻ ആഗ്രഹിക്കുക എന്നതാണ്. നമ്മൾ എവിടെയാണെങ്കിലും പള്ളിയിലെത്തിയാലും സഫ് നിൽക്കാൻ നിൽക്ക് എന്ന് പറഞ്ഞ് തള്ളല. ഞാൻ പിന്നെ നിന്നോളാം. ഒന്നാമത്തെ സ്വപ്പിൽ നിൽക്കുന്നതിന്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? മറ്റവനെ തട്ടും. എന്താണ് അത്? നമ്മുടെ പൊതു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ഖൈറാത്തുകളിൽ സാബിഖാവാൻ കഴിയുന്നില്ല എന്നാണ്. എന്നാൽ സാബിഖുകളായാലോ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു സംവിധാനിച്ചു വെച്ച സ്വർഗത്തിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ. രണ്ടാമത്തത് അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീനാണ്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ كثيرا لا مقطوعة ولا ممنوعة وفرش مرفوعة. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ നിരന്തരമായി റബ്ബ് പരിചയപ്പെടുത്തുകയാണ്. ഇത് വായിക്കുന്നവന്റെ ഖൽബിൽ, ഇത് മനസ്സിലാക്കുന്നവന്റെ ഖൽബിൽ സ്വർഗത്തിനോട് താല്പര്യമില്ലാതിരിക്കുമോ? അതല്ലേ സ്വർഗം. അതിങ്ങനെ കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു അനുഭൂതി നമുക്ക് ഉണ്ടാക്കും. വല്ലാത്തൊരു അനുഭൂതി നമുക്ക് ഉണ്ടാക്കും. അതുണ്ടാവണം. എന്ത് ചെയ്യണം? ഖുർആൻ വായിക്കണം. ഖുർആൻ വായിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ആശയം നമ്മുടെ കൽബിലേക്ക് വരും. ഓരോ വാക്കിനും വലിയ ആശയങ്ങളുണ്ട് അവിടെ പറയപ്പെട്ട വാചകങ്ങൾക്ക്. മനസ്സിലായില്ലേ? ചില ആളുകളൊക്കെ മലയാളത്തിൽ എഴുതി, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പേരെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. ദുനിയാവിന്റെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയവനാണെങ്കിലും അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കി കൽബിലേക്ക് ചേർത്ത് വെച്ചു ജീവിച്ചാൽ, അള്ളാഹുവിന്റെ ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിലേക്ക് അള്ളാഹു ആനയിക്കുമ്പോൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന ദിവസം. ആ സമയത്ത് വസീഖല്ലദീന തഖൗ ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയാണ്. അതിലേക്ക് അവർ ആനയിക്കപ്പെടുകയാണ്.
ആ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിക്കാൻ പ്രേരിപ്പിച്ചത്. ആ സ്വർഗം അവന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ്. എന്തൊക്കെയാണ്? എല്ലാം ജീവിതത്തിന്റെ ഒരു ക്ലേശങ്ങളും, ക്ലേശം എന്ന് പറയുന്ന വാക്കിന്റെ ഒരംശം പോലും കടന്നു വരാത്ത സുഖലോലുപത മാത്രമുള്ളൊരു പ്രദേശം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖുർആൻ പഠിക്കാത്ത ഒരാൾക്ക്, ഖുർആൻ മനസ്സിലാക്കാത്ത ഒരാൾക്ക്, അള്ളാന്റെ ഖുർആനിനെ അവഗണിച്ച ഒരാൾക്ക് ഈ സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? നാളെ റബ്ബിന്റെ അടുത്ത് അള്ളാന്റെ റസൂലിന്റെ പരാതിയുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. തള്ളിക്കളഞ്ഞു പഠിച്ചോനെ, പരിഗണിച്ചില്ല അല്ലാഹ്. ഞാൻ ഈ വേദഗ്രന്ഥം അവർക്ക് ഓതിക്കൊടുത്ത് പഠിപ്പിച്ചിട്ട് അതെത്തിയ ആളുകൾ അവരതിനെ പരിഗണിച്ചില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ നമുക്കെതിരെ വിരൽ ചൂണ്ടുമ്പോ എങ്ങനെയാണ് നമുക്ക് സ്വർഗപ്രവേശം ഉണ്ടാകുക? ഈ അനുഭൂതികളെല്ലാം മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഈ ദുനിയാവിൽ വെച്ച് നീ ചെയ്തതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് പകരം തരുന്ന സൗഭാഗ്യങ്ങളാണ്. ഒന്നും നീ കാത്തുവെക്കേണ്ടതില്ല. എല്ലാം എല്ലാം അല്ലാഹു നിനക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഇതിങ്ങനെ വായിക്കുമ്പോ ശ്രദ്ധിക്കണം നിങ്ങള്, ഇതിങ്ങനെ വായിക്കുമ്പോ ഞാൻ എന്താ പറയാ, സൂറത്ത് വാഖിഅ ഒന്ന് മനസ്സിരുത്തി എന്ന് വായിച്ചു നോക്ക്, മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്ക്, കൽബിന്റെ ഉള്ളിലേക്ക് അതൊന്ന് ചേർത്ത് വെച്ചു നോക്ക്. യഥാർത്ഥത്തിൽ അതിങ്ങനെ വായിച്ചൊരാൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാൾ അത് നിരന്തരമായിട്ട് വായിക്കും. വെറുതെ ഇരിക്കുമ്പോഴും അയാളുടെ കൽബിലൂടെ നീയും അതിങ്ങനെ നാവിലൂടെ പുറത്തു വരും. അയാളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? അതിലൂടെയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം അയാളുടെ കൽബിൽ നിരന്തരമായി നിറഞ്ഞു നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതുമ്പോ സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുമ്പോ അത്ഭുതത്തോടെയാണ് നോക്കിയിരിക്കുന്നത് സഹാബികൾ. കാരണം അവർ റബ്ബിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ സ്വർഗം. ഒറ്റ സംഭവം പറഞ്ഞോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ ചരിത്രം കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്തിയിട്ടുള്ള സ്വർഗം, അവിടുന്ന് എത്തുന്ന സ്വർഗമാണല്ലോ ജന്നത്തുൽ ഫിർദൗസ് എന്നത്. അതിന്റെ മേലെ ഒരു സ്വർഗല്ല. ആ ജന്നത്തുൽ ഫിർദൗസിൽ എത്താനല്ലേ നമ്മളെല്ലാവരും ദ്വാരക്കണല്ലേ? പഠിച്ചോനെ എങ്ങനെ ജന്നത്തുൽ ഫിർദൗസ് തന്ന് അനുഗ്രഹിക്കണേ എന്നല്ലേ നമ്മൾ പറയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമീങ്ങളിൽ ഒരാൾ മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. ആ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ചുരുക്കപ്പേര് റബീഅ എന്ന് വിളിക്കുന്നതാണ്. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. റസൂലുള്ളാഹിന്റെ ഖാദിമാണ് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിക്ക് രാത്രിയിലും പകലും ഒക്കെ ഖിദ്മത്ത് എടുക്കുന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കയറുമ്പോഴും റബീഅത്ത് റളിയല്ലാഹു അൻഹു പുറത്ത് നബിതങ്ങളുടെ ഖിദ്മത്തിനായി കാത്തുകിടക്കുന്നയാളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ആര്?
സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദിക്ർ ചൊല്ലി കിടക്കും. ഞാൻ ഉറങ്ങിപ്പോവും. റബീഅത്ത് റളിയല്ലാഹു പറയും, ഒരു ദിവസം ഇതുപോലെ നബിതങ്ങൾ കിടക്കാൻ വേണ്ടി വീട്ടിന്റെ ഉള്ളിൽ കയറി. നബിതങ്ങൾ ഉറങ്ങാൻ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കിടക്കുമ്പോ ഞാൻ പുറത്ത് ഉറങ്ങിപ്പോയി. നബിതങ്ങൾ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് റസൂലുള്ളാഹിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവിടുത്തെ ആവശ്യം നിർവഹിച്ചു വന്നു. ഒതുവെടുത്തപ്പോ എന്നോട് അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം, സൽ യാ റബീഅ, സൽ യാ റബീഅ, റബീഅത്തെ നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ. അല്ലേ? ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് ആ സംഭവത്തിൽ അവിടെ ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മൾ ഉടൻ ആഗ്രഹിക്കാൻ, നമ്മുടെ കൽബും നമ്മുടെ നെഫ്സുമൊക്കെ താല്പര്യപ്പെടുന്നത് ഭൗതിക ജീവിതമാണ്. അല്ലേ? ഇവിടുത്തെ ആസക്തികളാണ്, ഇവിടുത്തെ ആസ്തികളാണ്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നതായിരിക്കും, അത് കിട്ടണം എന്നായിരിക്കും. റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂൽ ചോദിച്ച ചോദ്യമാണ്, സൽ യാ റബീഅ, ചോദിച്ചോളൂ എന്താ വേണ്ട. റബീഅത്ത് സ്തബ്ധനായി. റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻദിർനി യാ റസൂലല്ലാഹ് ഹത്താ അൻദുറ, നബിയെ എനിക്ക് ചിന്തിക്കാൻ ഒരു സമയം വേണം, എനിക്ക് ആലോചിക്കാൻ ഒരു സമയം വേണം നബിയെ. ആ സമയം നിങ്ങൾ എനിക്ക് തരണം, ഞാൻ ആലോചിച്ചിട്ട് ചോദിക്കാം നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ ആലോചിച്ചോളൂ റബീഅ. കുറെ കഴിഞ്ഞു പിന്നീട് റസൂലുള്ള കണ്ടപ്പോൾ ചോദിച്ചു, റബീഅ ആലോചിച്ചുവോ റബീഅ? എന്തായി റബീഅ നിങ്ങൾക്ക് ചോദിക്കാൻ ഉള്ള കാര്യം എന്താണ്? ഉടനെ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഉദ്ഉല്ലാഹ ലീ, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയെ. എന്താണെന്നറിയുമോ? സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനായി എനിക്ക് വരണം നബിയെ, എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനാകണം നബിയെ. സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിൽ നിങ്ങൾ അങ്ങ് സന്തോഷിക്കുമ്പോ അവിടെ എനിക്കും നിങ്ങളെ കൂടെ വരണം നബിയെ. അതിനല്ലാഹുവോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. നിങ്ങൾ ആലോചിച്ചോക്ക്, റബീഅത്ത് റളിയല്ലാഹുവിന്റെ ഖൽബിൽ ആഗ്രഹം എന്താണ്? ഉടൻ റസൂൽ ചോദിച്ചു, അവഗൈറ ദാലിക്, റബീഅ ഇതല്ലാത്തൊന്നും ചോദിക്കാനില്ല നിനക്ക്? ഇല്ല നബിയെ, ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം, ഇത് ചോദിക്കണമെന്ന് റബീഅ നിന്നോട് ആരാ പറഞ്ഞത്? എന്ന് ശ്രദ്ധിച്ചോ നിങ്ങള്, ഇത് നിന്നോട് ചോദിക്കാൻ ആരാ പറഞ്ഞത്? റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരും എന്നോട് പറഞ്ഞിട്ടില്ല നബിയെ, ആരും എന്നോട് ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ബോധ്യമായ ഒരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് ദുആരക്കും, അള്ളാഹു എനിക്കത് തരുകയും ചെയ്യും. പക്ഷേ ഞാൻ മരിക്കുന്നതോടെ അത് ഇല്ലാതെയായല്ലോ നബിയേ. അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന ദുനിയാ മുൻഖതിഅത്തുൽ ഫാനിയാ, ദുനിയാവ് മുറിഞ്ഞു പോകുന്നതാണ്, ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. പക്ഷേ സ്വർഗമാവട്ടെ അതൊരിക്കലും നശിക്കാത്തതാണല്ലോ, അതൊരിക്കലും മുറിഞ്ഞു പോകാത്തതാണല്ലോ നബിയേ. അത് നിങ്ങളോടൊപ്പമാകുമ്പോൾ ഇരട്ടി മധുരമാണല്ലോ നബിയേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ചോദിച്ചത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബീഅ ഞാൻ ദുആരക്കാം നിനക്ക് വേണ്ടി റബ്ബിനോട്, നിനക്ക് ജന്നത്തുൽ ഫിർദൗസ് തരാൻ. പക്ഷേ അത്രയും വലിയ സൗഭാഗ്യം നിനക്ക് വേണോ എങ്കിൽ ഫഇന്നി അലാ നഫ്സിക ബികത്റത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണേ റബീഅ. അപ്പൊ അത്രയും വലിയ ഉന്നതമായ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും നല്ല പണിയെടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ മനസ്സ് നിറയും ഈ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമായിരുന്നു.
അതിനു വേണ്ടിയാണ് അവർ നിരന്തരമായി പ്രവർത്തിച്ചത്. അതിനു വേണ്ടിയാണ് നാടും വീടും ഒക്കെ വിട്ടും കുടുംബങ്ങളെ വിട്ടും ഒക്കെയായിട്ട് അവർ ജീവിച്ചത്. അതോടൊപ്പം തന്നെയാണ് നരകത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് വാക്യ തന്നെ മറിച്ചു, ഞാൻ വിശദീകരിക്കല്ല. അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. നിങ്ങൾ ആലോചിച്ചോ, ഖുർആന്റെ ആ വാചകങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ അതിന് അർത്ഥം നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കാണ്. സൂറത്തുൽ വാഖിയയുടെ ഈ ഭാഗങ്ങൾ ഒന്ന് തഫ്സീർ നോക്കി അർത്ഥം നോക്കി ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ്. ഈ വാഹിദ് ഇത്നി തലാത്ത് അർബഅ ഖംസ, 4-5 ആളുകൾ ഒന്ന് പോണട്ടോ, ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് വളരെ സാവധാനം സമയമെടുത്തൊന്ന് വായിച്ചു. ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ മിൻ യഹ്മൂം. ഒന്നാമത്തെ വാചകം മാത്രം മതി. മനുഷ്യ ശരീരത്തിന്റെ രോമസുഷിരങ്ങളുടെ ഉള്ളിലേക്ക് കടന്നിറങ്ങുന്ന വിഷമുള്ള അത്യുഷ്ണം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കിയൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരൊറ്റ വാക്ക് സമൂമിൻ. സുമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താ? വിഷം. സമൂഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ രോമസുഷിരങ്ങൾ, രോമത്തിന് അവിടെ ഒരു കുഴിയുണ്ടല്ലോ, ആ സുഷിരത്തിന്റെ ഉള്ളിലൂടെ ശക്തമായി പ്രവഹിക്കുന്ന വിഷം, വിഷത്തിന്റെ തീജ്വാലയുള്ള കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലായിരിക്കും ഷിമാലിന്റെ അഹലുകാരുണ്ടാവുക. ഈ ഖുർആനിന്റെ വാചകങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞ ഈ വാചകങ്ങൾ കളവാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് സംഭവ്യമല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? സംഭവ്യമല്ല, അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് തോന്നില്ല. എന്തുകൊണ്ടാണ്? പക്ഷേ അങ്ങനെ തോന്നാഞ്ഞിട്ടും ഇത് സത്യമാണ്, സത്യമാണ്. ഇല്ല, ഒരിക്കലും ഇത് കളവല്ല, സത്യം തന്നെയാണ്. അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ വാചകം മനസ്സിലാക്കുന്നവരാണ്. ഇതിന് പുറമെ ഏത് വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കുക എന്ന ഖുർആന്റെ പ്രയോഗം മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ സത്യമാണ്. പക്ഷെ എന്തോ നമ്മുടെ കൽബിലേക്ക് അത് കയറിയില്ല, അല്ലേ? നമ്മുടെ കൽബിലേക്ക് അത് കയറുന്നില്ല അതിന്റെ രൂപത്തിൽ. എന്തുകൊണ്ടാണ് അത് കയറാത്തെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുർആനിനെ ആ പ്രയോഗങ്ങളുടെ ഗൗരവം എന്താണെന്ന് ഖുർആനിലൂടെ നമ്മുടെ കൽബിലേക്ക് ചേർത്തു വെക്കുമ്പോ ഉറപ്പായും അതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ ചില സംരക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്, അല്ലേ? നമുക്കൊരു സംരക്ഷണം ഉണ്ട്, ഇതിനോടൊക്കെ ഒരു താല്പര്യവും ഇതിനോടൊക്കെ ഒരു ആഗ്രഹമൊക്കെ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണേ. ഇല്ലെങ്കിൽ നമ്മളും ഈ പിടുത്തം വിട്ടു പോണ മനുഷ്യന്മാരെ കൂട്ടത്തിലായിരിക്കും ഇപ്പൊ ഉണ്ടാകുക, അല്ലേ? അല്ലേ പറയും. അടിച്ചു പൊളിക്കാൻ താല്പര്യമില്ലാത്തവരാണോ നമ്മൾ? നമ്മുടെ കൽബിനും ഇല്ലേ ആഗ്രഹങ്ങള്, ഇല്ലേ? മനുഷ്യനല്ലേ? പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ഒരു ബാഹികമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി കൽബിയായി അത് ചേർത്ത് വെച്ചതുകൊണ്ടാണ്. ആ നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങിയാൽ ശക്തമായി നമുക്ക് പിന്നെ അള്ളാഹുവിന്റെ ഖുർആൻ അടുത്തറിയുന്നതോടുകൂടി ശക്തമായി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി പിന്നെ ഒരു ഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം കൂടി മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് സംസാരിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അതിലൊന്ന്, ആ പ്രധാനപ്പെട്ട വിഷയം, ദുനിയാവിലെ ഏത് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടേതായി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളുടേതായി നമ്മുടെ നന്മകളും
തിന്മകളും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. അല്ലേ? അള്ളാഹു നമ്മളോട് ശക്തമായി പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ്. തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ മലക്കിന്റെ സാന്നിധ്യത്തിലല്ലാതെ അവനൊന്നും ഉച്ചരിക്കുന്നില്ല. എന്ത് സംസാരിക്കുന്നുവോ അത് മലക്കു രേഖപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന നന്മകളും തിന്മകളും അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അഹ്സാഹുല്ലാഹു വനസൂഹു. അല്ലാഹു ക്ലിപ്തമാക്കി, അവരത് മറന്നുപോയി. ഖുർആന്റെ പ്രയോഗമാണ്. മാത്രമല്ല അല്ലാഹു പറയുന്നു, കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുറപ്പല്ലേ? അല്ലേ? എല്ലാ സന്ദർഭങ്ങളിലും അത് ഉറപ്പ് നമുക്ക് അല്ലാഹു പറഞ്ഞു തന്നു ഖുർആനിലൂടെ ഉണ്ട്. എന്നിട്ടോ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ ദേഹത്ത് നിന്ന്, നമ്മളിൽ നിന്ന് തന്നെ ആ കർമ്മരേഖ അവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ആ കർമ്മരേഖ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയും, ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഈ കർമ്മരേഖ നീ ഒന്ന് വായിച്ചു നോക്ക്, ഇന്ന് വിചാരണക്ക് നിനക്ക് അത് തന്നെ മതിയായതാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുമുള്ള മലക്കുകൾ എഴുതിയ കർമ്മരേഖ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അതൊരു ഗ്രന്ഥമായി നമ്മുടെ മുന്നിൽ വിരുത്തി വെക്കും. കിതാബൻ യൽഖാഹു മൻശൂറാ, മൻശൂറായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. എന്നിട്ട് പറയും, വായിക്കൂ നിന്റെ കിതാബ്. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്റെ ഈ ജീവിതം, ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയത് നാളെ റബ്ബിന്റെ മുന്നിൽ എടുത്തു വെച്ചിട്ട് തുറന്നു വെച്ചാൽ എനിക്കത് പരസ്യമായി വായിക്കാൻ കഴിയുമോ? കോടാനകോടി മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ കർമ്മരേഖ വായിക്കാൻ എഴുന്നേറ്റ് നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നമ്മളോട്. ഇത്രയും ഗൗരവത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. ആ കർമ്മരേഖ നമ്മൾ പരാജിതരാണോ അല്ലേ എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ആ കർമ്മരേഖ എങ്ങനെ കയ്യിൽ കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി. രണ്ട് ഭാഗം ഖുർആൻ പറഞ്ഞു. ഒന്ന്, അമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കയ്യിൽ കിട്ടുക. മറ്റൊന്ന്, അമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ലഹ്രിഹി, മുതുകിന്റെ പിന്നിലൂടെ കിട്ടുക. മനസ്സിലായോ? മുതുകിന്റെ പിന്നിലൂടെ കിതാബ് കൊണ്ടുവരിക, ഇടത് കൈയിലേക്ക് കൊടുക്കുക. അത് കിട്ടിയപ്പോൾ, അത് കിട്ടുന്നതോടെ ആ മനുഷ്യൻ അങ്ങേയറ്റം ദുഃഖാർത്ഥനായി തീരുകയാണ്. അവൻ സങ്കടം കൊണ്ട് വിളിച്ചു പറയാൻ, യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനതിൽ ഖാദിയാ മാ അഗ്നാ അന്നി മാലിയാ ഹലക അന്നി സുൽത്താനിയാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഈ കർമ്മരേഖ ഇടത് കൈയിലേക്ക് കിട്ടുമ്പോഴേക്ക് വായിക്കണ്ട, നിവർത്തി നോക്കണ്ട,
അപ്പോൾ തന്നെ അയാൾ സങ്കടത്തിലായി. അയാൾ വിളിച്ചു പറയും, യാ ലൈതനീ ലം ഊത കിതാബി, എന്റെ കർമ്മരേഖ എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബി, എന്റെ വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എന്റെ സങ്കടമേ, എന്റെ നാശമേ, വിധി തീരുമാനിക്കപ്പെട്ടു പോയല്ലോ. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല, എന്റെ അധികാരങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ പറയുമെന്ന് നാളെ വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് അല്ലാഹ് നമ്മളോട് പറയാണ്. എത്രത്തോളം നമ്മുടെ കൽബിലേക്ക് അത് കേറിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും എവിടൊക്കെയോ ഇങ്ങനെ ആരൊക്കെയോ നമ്മളിങ്ങനെ പിന്നിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ കൽബിൽ അതിനെ കുറിച്ചൊരു വിശ്വാസം വന്നു. നാളെ ഇടത് കൈയിലേക്കോ കർമ്മരേഖ പിന്നിലൂടെയോ തരപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് ഞാൻ ആയിപ്പോയാൽ ഇല്ല, അയാൾ വിളിച്ചു പറയും അള്ളാഹുവിനോട്. എന്താ പറയണെന്നറിയോ? അള്ളാഹുവേ, അള്ളാഹുവേ, എന്റെ മക്കൾ, എന്റെ ഭാര്യ, അങ്ങനെ തുടങ്ങുന്ന എല്ലാവരെയും ഞാൻ തരാം. എന്തിന്? എന്തിന്? എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ പഠിച്ചോനെ? ഖുർആൻ പറയാ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി. കുറ്റവാളി ആഗ്രഹിച്ചു പോവുകയാണ്, അല്ലാഹുവേ, ഞാൻ എന്റെ മക്കളെ തണ്ടം തരാം, ഞാൻ എന്റെ ഭാര്യയെ തരാം, ഞാൻ എന്റെ കുടുംബക്കാരെ തരാം, ഞാൻ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ മുഴുവനും തരാം. റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ? ഇത്രയും ഒരു ഭാഗ്യം കെട്ടൊരവസ്ഥ, ഇത്രയും വലിയ പരിതാപകരമായ ഒരവസ്ഥ, ഈ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ ശരിക്ക് ചേർത്ത് വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. എങ്കിൽ അവിടെ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ കൽബ് ഇങ്ങനെ ഉണരും, നമ്മുടെ മനസ്സുണരും, നമ്മുടെ ചിന്ത ഉണരും. അടുത്ത നിമിഷം മരിച്ചാൽ ഇത്രയും ഒരു ഗതികേടിലേക്ക് ഞാൻ പോകരുത് എന്ന ചിന്ത എനിക്കുണ്ടാകും. അത് നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പഠിക്കൂ, ഖുർആൻ മനസ്സിലാക്കൂ. ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ എവിടെയാണോ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുക അവിടെ നിന്ന് എത്തിപ്പെടൂ. കുറച്ചു നേരം അവിടെ ഇരിക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ. എങ്കിൽ ജീവിതത്തിലെ വിവിധങ്ങളായ മേഖലകളിൽ അള്ളാഹു നമുക്ക് വെളിച്ചം നൽകും. ഇവിടെയും സംരക്ഷണം ഉണ്ടാകും, പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ്സുകൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച സമയം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം ഗൗരവമുള്ള ഒരു സംഗതി ഇവിടെ അൽഹംദുലില്ലാ സൂറത്തു സുമർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. സൂറത്ത് യാസീൻ ആദ്യം നമ്മള്, സൂറത്തു സുമർ, പിന്നെ നമ്മള് അങ്കബൂത്ത്, 2 അധ്യായങ്ങൾ നമ്മൾ ഓതി കഴിഞ്ഞു. സൂറത്തു സുമറും സൂറത്ത് അങ്കബൂത്തും, അഥവാ 29-ാമത്തെ അധ്യായവും 39-ാമത്തെ അധ്യായവും, 2 അധ്യായങ്ങളാണ് വായിച്ചു തീർത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ സൂറ അൽ കഹ്ഫ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. സൂറത്ത് അൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന അധ്യായം. ധാരാളം അത്ഭുതങ്ങൾ ഇങ്ങനെ ചേർത്തു വെച്ചൊരു അധ്യായമാണ്. 3-4-5 ചരിത്രങ്ങൾ ചേർത്തു വെച്ച് അത്ഭുതങ്ങളുടെ കലവറ തീർത്ത ഒരു അധ്യായമാണിത്, സൂറ അൽ കഹ്ഫ്. ഓരോ വാചകങ്ങളും അത്ഭുതകരങ്ങളാണ്. ഓരോ സംഭവങ്ങളും നമുക്ക് വിശദീകരിച്ച് തീർക്കാൻ പറ്റാത്തത്ര ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണ്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ സൂറത്തുൽ കഹ്ഫാണ് ഇവിടെ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് എത്താൻ കഴിയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞില്ല, സമയം ഒന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ചൊവ്വാഴ്ച മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള സമയം
മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള സമയം അള്ളാന്റെ ഖുർആൻ പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കും. തീരുമാനിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോടും പറയണം, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടും ഇങ്ങോട്ട് എത്തിപ്പെടാൻ. 1 മണിക്കൂർ നേരം, ഏകദേശം 1 മണിക്കൂർ സംതിങ് അത്ര ഉണ്ടാവുള്ളൂ. അത്രയും സമയം ആഴ്ചയിൽ ഒരിക്കൽ അള്ളാന്റെ ഖുർആൻ പഠിക്കും. എന്തിനെന്നറിയും? എനിക്ക് രക്ഷപ്പെടണം. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോ നീ ഖുർആൻ അവഗണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല റബ്ബേ എന്ന് പറയാൻ എനിക്ക് കഴിയണം. ദുനിയാവിൽ കിട്ടിയ സമയത്തിന്റെ 1 മണിക്കൂർ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് രക്ഷപ്പെടാനും അള്ളാന്റെ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാനും എന്നെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അത് പഠിച്ചു മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കാത്തതായി ഒന്നും ഉണ്ടാവില്ല. അല്ലേ? ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രായമുള്ള മനുഷ്യന്മാര് വരെ ഈ തോണ്ടൽ പഠിച്ചില്ലേ? തോണ്ടൽ പഠിച്ചു, അതിന്റെ സംഗതികൾ പഠിച്ചു, ഫേസ്ബുക്കും പഠിച്ചു, വാട്സപ്പും പഠിച്ചു, എല്ലാം പഠിച്ചു. എങ്ങനെ പഠിച്ചത്? അത് വേണമെന്നതുകൊണ്ട് പഠിച്ചു. വേണമെന്ന് തീരുമാനിച്ചപ്പോ എന്ത് ചെയ്തു? അത് പഠിക്കേണ്ട സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ കുട്ടികളെ ചാക്കിട്ട് മറ്റവരെ പറഞ്ഞ് ചോദിച്ച് പഠിച്ച് അങ്ങനെ റെഡിയാക്കി. എന്നാ ഇതോ? അത് വേണോ തോന്നിയിട്ടില്ല. ഇന്ന് തീർന്നാൽ എന്താകും എന്നതിനെ കുറിച്ചൊരു ആലോചന തന്നെ മനസ്സിൽ വന്നിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം കുറെ കാലം കഴിയണമല്ലോ മരിക്കാൻ. ഇനി എത്ര കഴിയാണ്ട് 10-40 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഇനി എത്ര കഴിയണം മരിക്കാനായിട്ട് എന്ന് തീരുമാനിച്ച് ആരോ പിശാച് നമ്മുടെ കൽബിൽ എന്തിയിട്ടുണ്ട്, ചേർത്ത് വെച്ചത്. ഞാൻ പലപ്പോഴും എല്ലായിടത്തും പറയുന്നൊരു സംഗതിയാണ്, ഞാൻ തീരാറായി നിൽക്കുക ആളാണെന്ന്. കാരണം 40 കടന്നാൽ പിന്നെ 3/4 ഭാഗം കഴിഞ്ഞു എന്നാണല്ലോ എൻ്റെ അർത്ഥം. 3/4 ഭാഗം കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഏകദേശം ഏത് സമയത്തും തീരാവുന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം 48ആയി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താകും? തീരാറായി. ഇനി കുറഞ്ഞ കാലം കൂടി റസൂല പറഞ്ഞ എണ്ണത്തിലേക്ക് എത്താനുള്ളത്. മാബൈന 60 ഇല 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറഞ്ഞതിലേക്ക് എത്താൻ വളരെ ചുരുങ്ങുള്ളു. അവിടെ വരെ എത്തുന്നൊന്നും ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റൂല. ഏത് സമയത്തും തീരാവുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോ ആകെ ഉള്ള സമ്പാദ്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് പറയാനുള്ളത്, ഞാൻ നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകൾ മാത്രമാണ് ആകെ ഉള്ള സമ്പാദ്യം എന്താന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. കാരണം ഇത് പറഞ്ഞു കൊടുത്തതിന് പടച്ചോൻ എന്തെങ്കിലും കൂലി തരുമോ, അത് മാത്രമേ ഉള്ളൂ കയ്യിലുള്ളത്. ആ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ 9ഓളം ക്ലാസ്സുകൾ നടന്നു പോരുന്നുണ്ട്. 9ഓളം ഖുർആൻ ക്ലാസ്സുകൾ നടന്നു പോകുന്നുണ്ട്. അതാണ് കൈമുതലുള്ളത്. എന്താന്ന് ചോദിച്ചാൽ തിരിച്ചു പോകുമ്പോൾ എന്താണ് കയ്യിലുള്ളത് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞില്ലേ, സാദ് വേണം. എന്താ സാദ് എന്ന് വെച്ചാൽ ഈ നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കുറെ വിവരങ്ങൾ കേട്ടു മനസ്സിലാക്കിയ കുറെ മനുഷ്യന്മാരുണ്ട്. അവർ ദുആ ഇറക്കുന്നുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്, അവർ ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട്, അത് പകർന്നു കൊടുക്കുന്നവരുണ്ട്. അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം കയ്യിൽ കിട്ടുമെന്ന അതിയായ ആഗ്രഹം, അതാണ് എന്റെ കയ്യിലുള്ള സാദ് എന്നൊക്കെ പറയാം. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് വെറുതെ അല്ലല്ലോ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായവൻ ആരാണ്, ഉത്തമനായവൻ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഖൈറിൽ ഉൾപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ രക്ഷപ്പെട്ടു, സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. സമ്പാദ്യം ഒന്നും പറയാനില്ല. ഉണ്ടോ? ഇല്ല. ഏക്കർ കണക്കിന് തോട്ടത്തിന്റെ കഥയൊന്നും പറയാനില്ല. അതിനൊന്നും കണക്ക് റബ്ബിനോട് പറയണ്ട. വലിയ വലിയ സാമ്പത്തിക സ്ഥിതികളുണ്ട്, അതുകൊണ്ട് അതിന്റെ ഒക്കെ ചർച്ച, അതൊന്നും പറയണ്ട എനിക്ക് റബ്ബിന്റെ മുന്നിൽ. കാരണം ഒന്നുമില്ല, അത്രയും ഒന്നുമില്ല. കണക്ക് പറയാനായിട്ട് അത്രയും വലുതൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ കുറിച്ചായിരിക്കും. അത് റബ്ബ് പുറത്തു തന്നാൽ സ്വീകരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അത്രയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞാൻ പറയുന്നതാണ്, ആ ഖൈറായ കൈമുതൽ എന്താന്ന് വെച്ചാൽ ഇത് മാത്രമാണ്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാന്റെ ദീൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്ന കൈമുതൽ. നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ പഠിക്കുന്നു എന്നതും, രണ്ടാമത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതുണ്ടോ എങ്കിൽ 2 ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന
വഅല്ലമഹു, പഠിക്കുകയും പഠിപ്പിക്കുകയും. ഇപ്പോൾ ഒരാൾ വന്നു, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നു, അയാൾ വന്ന് പഠിച്ചു, വീട്ടിൽ ചെന്നു ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊക്കെ ചില സംഗതികൾ ഉണ്ട് കേട്ടോ, അത് കേട്ടോ, അന്ന് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു എങ്കിൽ 2 ഗുണം അയാളുടെ മുന്നിൽ ലഭിക്കുകയാണ്. മനസ്സിലായോ? ആ രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എത്താൻ കഴിയുന്നിടത്തോളം ആളുകൾ എത്തുക. 1 മണിക്കൂർ നേരത്തെ ക്ലാസ് ആണ്. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒരു ക്ലാസ് നടന്നു പോകണമെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരാളും ക്ലാസ്സിന് കേൾക്കാൻ വരുന്ന ആളും ഉണ്ടായാൽ മാത്രം പോരല്ലോ. അതിന് ധാരാളം എഫേർട്ടുകൾ ഉണ്ട്. അതിന്റെ പിന്നിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ഭാഗം മുഴുവൻ ക്ലിയർ ആക്കണം, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. ഇതെല്ലാം അതിനു വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ട്, അവന്റെ ഖുർആനിനെ, അവന്റെ കലാമിനെ ഇഷ്ടപ്പെട്ട് ആ കലാമിനോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ആസന്നമാകുമ്പോഴും അള്ളാന്റെ ഖുർആനിനെ മനസ്സിലാക്കുന്നവരെ കൂട്ടത്തിലായി തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോ പരിശുദ്ധ ഖുർആനെ ചേർത്ത് വെച്ചവരുടെ കൂട്ടത്തിൽ, അള്ളാഹു ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ, ശുപാർശ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിനെ അടുത്തെറിഞ്ഞ് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ റബ്ബിന്റെ അടുത്ത് സ്വർഗത്തിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒരുമിച്ച് സന്തോഷിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു എല്ലാ സൗകര്യങ്ങളും സഹായവും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ അടുത്ത് ഉപകരിക്കുന്ന നല്ല സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.